ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മയും കഥകളും എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓല വെച്ചുള്ള പമ്പരം, വാച്ച്, തടുക്കെന്ന് പറയും, പന്തലൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഈ വീഡിയോയിൽ കാണാം. പമ്പരം എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഓല എടുത്തിട്ട് ഇങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് വെക്കും. ഇത് ഒരു ഓല എടുത്തിട്ട് ഇങ്ങനെ വെക്കും. ഓലൊക്കെ ഇങ്ങനെ കട്ടി ഓല എടുത്തിട്ട് ഇങ്ങനെ വെക്കിയിട്ട് ഇങ്ങനെ വലിക്കണം. ഇങ്ങനെ വലിക്കണതാണ് പമ്പരം ഉണ്ടാക്കുന്നതിൻ്റെ ലെവൽ. അതുപോലെ തന്നെ ഞങ്ങൾ അന്നത്തെ കാലത്ത് ചെറുതിൽ ഓല വെച്ചിട്ട് വാച്ച് ഉണ്ടാക്കും. വാച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാതെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കും. ഉണ്ടാവും ഇതേ ഇങ്ങനെ ഉള്ളിലേക്കൂടെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇത് വാച്ചായിട്ട് കയ്യുമ്മേൽ ഇങ്ങനെ കിട്ടും. ഇതിങ്ങനെ ഉണ്ടാക്കണം എന്തിനായിരുന്നു അറിയാം? മുമ്പ് പിന്നെ എന്താണ് കല്യാണങ്ങൾക്കൊക്കെ പണ്ട് ഓളൊന്നുമില്ല. അപ്പോൾ കല്യാണങ്ങൾക്ക് തടുക്കൊക്കെ മുടങ്ങി മുളയൊക്കെ കൊണ്ടുവന്ന് പന്തലിടലാണ്. പന്തലിട്ട കല്യാണമായിരുന്നു. ജ്യേഷ്ഠത്തിലൊക്കെ കല്യാണം അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് ഞങ്ങളെ നാട്ടിൽ പന്തലിട്ട് തരാൻ വേറെ ആൾക്കാരുണ്ട്. അവരാണ് തടുക്ക് മുടയണ. അവരെ ഭാര്യമാർ തടുക്ക് മുടഞ്ഞു തരും. അവരെ ഭർത്താക്കന്മാരാണ് പന്തലിടുന്നത്. അപ്പോൾ പന്തലിടുന്നതിന് മുമ്പ് തടുക്ക് 100 200 ഒക്കെ ഇങ്ങനെ വെക്കും. അല്ലേ, ഇങ്ങനെയാണ് തടുക്ക് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഇടിയണം. എന്നിട്ട് അതിന് തടുക്കുന്ന ആറും ആ തടുക്ക് ഇങ്ങനെ മുടഞ്ഞ് അവരെ നിന്ന് പഠിച്ചതാട്ടോ ഞങ്ങളൊക്കെ. ഇതിട്ടിട്ടാണ് പന്തലുണ്ടാക്കുക, വിറക് വരെ ഉണ്ടാക്കുക. ഈ ഓല വെച്ചിട്ടാണ് അന്നത്തെ കാലത്ത് പിന്നെ ചെയ്തിരുന്നത്. പച്ചോല കൊണ്ടല്ല കേട്ടോ തടുക്കുണ്ടാക്കുക. ഉണക്കോല കൊടുന്നിട്ട് വെള്ളത്തിൽ അങ്ങനെ നമ്മുടെ ഉമ്മ പറഞ്ഞ തടിക്കൂട റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയിൽ മടങ്ങി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. മാക്സിമം ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നുണ്ട്. ഇതിനെയാണ് തടുക്കെന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കും അറിയില്ല. പിന്നെ വാച്ച്, അതേപോലെ പമ്പരം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മ. അത് കുറേ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരവിടെ കളിക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് എന്റെ വാച്ച്. എന്റെ പമ്പരിപ്പ് ഉണ്ടാക്കുന്നത് ഇതാണ് എന്റെ പമ്പരം. ഇതാണ് എന്റെ വാച്ച്. ഇതാണ് എന്റെ പമ്പരം. ഇതെന്റെ വാച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എന്റെ പമ്പരം.